ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലും ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലുമായി ആകെ 4 വിദേശ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടിട്ടുള്ളത്. ജോഷുവ സോറ്റീരിയോ, അതുപോലെ തന്നെ അലക്സാണ്ട്രെ കോയഫ്, കോമെ പെപ്ര, ഡ്രിൻസിച്ച് എന്നിവരെ ക്ലബ്ബ് കൈവിട്ടിരുന്നു. ഒരു താരത്തെ എത്തിച്ചു, ഡുഷാൻ ലഗാത്തോറാണ് ആ താരം. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് 2 വിദേശ താരങ്ങളെ ആവശ്യമുണ്ട്. സ്ട്രൈക്കർ പൊസിഷനിലേക്ക് സെർജിയോ കാസ്റ്റൽ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ മെഡിക്കൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് പോയിട്ടുണ്ട്. കൂടാതെ ഒരു സെന്റർ ബാക്കിനെയും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. നിലവിൽ 2 വിദേശ താരങ്ങളെ വേണം. അതിനു വേണ്ടിയുള്ള സ്കൗട്ടിംഗ് നടക്കുന്നു എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളായ നൈജീരിയ, കൊളംബിയ, തായ്ലാന്റ് ഈ 3 രാജ്യങ്ങളിലും തങ്ങൾ സ്കൗട്ടിംഗ് നടത്തിയേക്കും എന്നാണ് ഇപ്പോൾ സ്കിൻകിസ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി കരോലിസ് സ്കിൻകിസും അദ്ദേഹത്തിന്റെ ടീമും ട്രാവൽ ചെയ്യും എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് 2 വിദേശ താരങ്ങളെ വേണം. ആ 2 വിദേശ താരങ്ങൾ മിക്കവാറും നൈജീരിയ, കൊളംബിയ, തായ്ലൻഡ് ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അവിടെ നിന്നും സ്കൗട്ട് ചെയ്യാനാണ് ഇപ്പോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച താരങ്ങളെ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് സെന്റർ ബാക്ക് പൊസിഷനും അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനും വളരെ നിർണായകമായ പൊസിഷനുകൾ തന്നെയാണ്. അവിടേക്ക് മികച്ച താരങ്ങളെ എത്തിക്കേണ്ടത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.